എന്നെ ഒരുപാട് പേരാണെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നുണ്ട്. ഞാൻ ഒരു ഉറപ്പ് തരാം. അപ്പൊ അവിനാശിനെ അറിയാത്തവരാരും ഇല്ലല്ലോ. പുള്ളിക്കാരൻ ഇപ്പം കഴിഞ്ഞ ഒരു 7-8 മാസം, അല്ല ഒരു വർഷം കൊണ്ട് മാസത്തിൽ ഒരിക്കലും വന്ന് വീഡിയോ ഇട്ടുകൊണ്ട് പോകുന്നൊരു വ്യക്തി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പുള്ളിയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് ഒരു താരം തന്നെ ആയിരുന്നു. ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഹാപ്പി ലൈഫായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവസാനം ആ ഒരു റിലേഷൻഷിപ്പ് കാരണം എല്ലാം ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ കാരണം ജീവിതം മാറി എന്ന് പറയുമ്പോഴേന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം എടുത്ത് ഇദ്ദേഹം ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി. പിന്നെ ജീവിതം അവസാനിപ്പിക്കാൻ വരെ ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ പോയാലും ഒരു 10-29 വയസ്സ് അത്രയും കാണത്തുള്ളൂ പുള്ളിക്കാരന്. പിന്നെ അത്യാവശ്യം നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരാൾ ലൈഫിലോട്ട് കടന്നു വരുന്നു. ആ വ്യക്തിനെ മേക്ക് ഓവർ ചെയ്തെടുത്ത് വേറൊരു ലെവലാക്കി വെച്ചു. നേരത്തെയൊക്കെ ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പച്ചത്തെറി വിളിച്ചാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മളും കൂടെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നി. ചില സംസാര രീതികളും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം കൂടുതലായിട്ടൊന്നും പഴയതൊന്നും സംസാരിക്കുന്നുമില്ല. എന്നാലും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കയറി തരാം. അപ്പോൾ നമ്മുടെ അവിനാശി ലൈഫിലോട്ട് തിരിച്ചു വന്നു. ഇത് അവിനാശിൻ്റെ അമ്മയാണ്. അപ്പോൾ അവർ പുതിയൊരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഓറ ബൈ അവി എന്നും പറഞ്ഞിട്ടുള്ള ഇതാണ്. അത് ഈ പ്ലാസ്റ്റിക്കിലൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ്. ഒരു എന്താ പറയണ്ടേ, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം, അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നു അവരടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നുമല്ല റിയൽ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക്. ഇവൻ്റെ ലൈഫ് അതുപോലായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു വ്യക്തിനെ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരി നൈസായിട്ട് തേച്ചിട്ട് വേറൊരാളുടെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു. അറിയാലോ അവൾ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു, പോയ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ. എൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കാണാൻ വേണ്ടി പോയതും പിന്നെ അവിടെ നിന്ന് നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോകുന്നതൊക്കെ. ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി വെപ്രാളം പിടിച്ച് ഓടുന്ന ഒരാളിൻ്റെ വേദന എന്താണെന്ന് അനുഭവിച്ചിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷേ ഇവറ്റകൾക്കൊന്നും അത് മനസ്സിലാവത്തില്ല. അതങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളിനി അതിലോട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് അവിനാശിൻ്റെ കുറച്ച് വീഡിയോയും വെക്കാം, കുറച്ച് കാര്യങ്ങളും സംസാരിച്ചൊക്കെ പോകാം. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു 2-3 മണിയായെന്ന് തോന്നുന്നു. വെളുപ്പിനെ രാത്രി സമയമാണ്. 2:40. ഞാൻ കിടന്നുറങ്ങിയ ഞാനാണ്. ചാടി ഇടിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. എന്തുവാ ഒരു പടം ഞാൻ കണ്ടു, ഭരതനാട്യം 10-25 ദിവസം കൊണ്ട് കാണുക. ഇന്നാ തീർന്നത്. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ കണ്ടു, ഇനി സെക്കൻഡ് കാണാൻ പോകണം. അപ്പോഴാണ് ഈ പുള്ളിയുടെ വീഡിയോ കാണുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തോന്നിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ഇച്ചിരി കൂടെ മെച്യൂരിറ്റി ആകത്തുള്ളൂ. എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് പോകുമ്പോൾ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ സെയിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ബ്രാൻഡിന്റെ നെയിം വരുന്നത് ഓറ ബൈ അവി എന്നാണ് കേട്ടോ. എന്നെ കൊണ്ട് തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യിക്കാം. നോക്ക്, ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു മകന് വേണ്ടി. അമ്മ ഗൾഫിലും അവിടെയൊക്കെ പോയി ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നാട്ടിലുണ്ട് പുള്ളിക്കാരി. ഞാൻ അവരുടെ വ്ളോഗൊക്കെ നല്ല രീതിയിൽ കാണുന്നതാണ്. കൂടുതലും എന്താ പറയുക, ഇഡലി ചലഞ്ച്, അവനെ കൊണ്ട് പറ്റുന്ന ചലഞ്ചും കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ട് നല്ല ഹാപ്പി ആക്കിയിട്ട് നമ്മൾ പോകുമായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, നമ്മൾ ലൈഫിലാണ് എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യും. എല്ലാവർക്കും വേണ്ടി എന്നുവെച്ചാൽ എല്ലാ ആളുടെയും കാര്യമല്ല, കുറച്ച് ആൾക്കാരുണ്ട് എന്ത് വേണമെങ്കിലും വിട്ടുകൊടുക്കാനും തയ്യാറാണ്. നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാണായിക്കോട്ടെ, ആ വ്യക്തികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ ഇവരുടെ ഒരു സംസാരമുണ്ട്, ഞാൻ വല്ലതും പറഞ്ഞോ ചെയ്യാൻ. അങ്ങനെ ഒരു ഡയലോഗ് ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേരെ കേട്ടോ. എനിക്ക് ചേട്ടാ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അല്ലെങ്കിൽ മോനേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ അവസാനം വന്നിട്ടൊരു ഡയലോഗ് പറയാം, ഞാൻ പറഞ്ഞു ചെയ്യാനാ എന്നൊരു ഇത്. എനിക്കങ്ങനെ ഒരു 2-3 വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2-3 വട്ടം, ഇന്നും കൂടെ കൂട്ടിയൊരു 4ാമത്തെ വട്ടം. ഞാൻ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പഠിക്കാമെന്ന് കരുതി. നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ അത് പോകുന്നതായിരിക്കും നല്ലത്. ചില ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ചില ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പ് ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ പോലും അവർ നമ്മളൊരു കോമഡി പീസായിട്ടേ കാണത്തുള്ളൂ. നമ്മളവിടെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഭവം വരുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ആത്മാർത്ഥമായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഭയങ്കര ആത്മാർത്ഥമായിരുന്നു.
അവസാനം കണ്ടില്ലേ, ഒരു വില പോലും കൊടുക്കാതെ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ആ വ്യക്തി പോയത്. ഇനി നമുക്ക് എൻ്റെ പ്രൊഡക്റ്റൊക്കെ കാണാം. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല സംസാരിച്ച്. എനിക്ക് ഈ പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് പോകും, കുറേ പുറമോട്ട് പോകേണ്ടി വരും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഉപദേശിക്കാൻ വരുന്നൊരു വ്യക്തിയുണ്ട്, ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട. ഓക്കെ, അങ്ങോട്ട് കാണിക്കാം. അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുപോലെ പറഞ്ഞു ഞാൻ പുതിയൊരു ബ്രാൻഡ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയ പറയാം. നല്ല കാര്യമാണ്, സന്തോഷം, നല്ല നിലയിൽ വരട്ടെ. വേറെ ഒന്നും പറയാനില്ലേ? നല്ല നിലയിൽ വരണം. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളി സാധനമാണ്. ചേച്ചിയുടെ വണ്ടിയിൽ നോക്കി, നമ്മുടെ വീട്ടിലെ ടിവിയിൽ നോക്കി, എല്ലാ സാധനത്തിലും നോക്കി. അതെ, ഞങ്ങള് കുറെ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. നമ്മൾ അറിയാവുന്ന ഒരു വീട്ടില് ബന്ധുക്കളൊക്കെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് അപ്പച്ചിയുടെ മോനൊക്കെ വന്നപ്പോ കൊടുത്തിട്ടുണ്ടെന്ന് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പ്രോഡക്റ്റ് സൂപ്പറാണ്. ഇത് വാങ്ങിയവർക്ക് എന്തായാലും നഷ്ടമൊന്നും ആവില്ലല്ലോ. പിന്നെ ഇതിന്റെ കൂടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് ഒഴിച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കണം. സൂപ്പർ സാധനം. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാനാണെങ്കിൽ പറയാം. ഇതിപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. പൂജിച്ചായിരുന്നില്ല, നമ്മളപ്പോ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് അല്ലേ? അല്ലാതെ അനുഗ്രഹം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. ഞാൻ ഉയർത്ത് വെഴുകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിന്റെ യൂസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. പഴയ ബൈക്കിന്റെ ടാങ്കാണ് ഇത്. നിങ്ങളൊന്ന് കാണുക. ഒരുത്തന് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ, ആ ഒരു വ്യക്തി ഇപ്പം ഒരു പെൺകൊച്ചു കാരണം ലൈഫ് 3G എന്നാണെങ്കിൽ പറയാം. 3G ആയിപ്പോയി, അവസാനം അവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ചിലപ്പോൾ ഇത് ചെയ്യാനായിരിക്കും താല്പര്യം. യൂട്യൂബും കാര്യത്തിലോടൊന്നും വലിയ താല്പര്യം കാണിക്കാതെ പുള്ളി എന്താ പറയുക, ഈ പ്രൊഡക്റ്റും അതും ബിസിനസ്സുമായിട്ട് അങ്ങ് പോകാനായിരിക്കും പുള്ളിയുടെ ഉദ്ദേശം. കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ലൈഫിൽ ആ ഒരു വ്യക്തിനെ ഓർമ്മ വരും. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ചിലപ്പം ഈ പറഞ്ഞ ക്യാമറയും അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പേടിയുണ്ടാവും. എനിക്ക് ഈ മഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞ് മലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് തളരുന്നൊരു ഒരാളാണ്. അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരന് ക്യാമറ. അതുകൊണ്ടായിരിക്കാം ചിലപ്പം വിട്ട് വേറൊരു ലോകത്തോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ പ്രൊഡക്റ്റ് കാണിക്കാം. ഇപ്പോഴത്തെ ഇതിന്റെ ഷൈനിങ് ആയിട്ട് നോക്കി വ്യത്യാസമില്ലേ? ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സൈഡിലെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്ത് നമ്മൾ നോർമലായിട്ട് തന്നെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റിയായിരിക്കും. ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ അല്ലേ? നമുക്ക് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓക്കെ, ഇനി നമുക്ക് ടിവിയുടെ ഒന്ന് കാണാം. പ്ലാസ്റ്റിക് റീസ്റ്റോറേഷൻ ലിക്വിഡ് നമ്മൾ ഒരു സൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡിഫറൻസ് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോട്ടോ. നോക്കി ഉണ്ടേ. ഇനി നമുക്ക് ഫൈനല്. അപ്പം പുള്ളിക്കാരൻ്റെ എനിക്കല്ല, അതിനുമ്പൊരു നല്ലൊരു പോർഷൻ ഉണ്ട്, അതങ്ങ് വെച്ചാൽ ഞാൻ അമ്മ TV കാണിക്കുന്നത് വേണ്ട. ഇതൊന്ന് കാണും. ഞാൻ അവന്റെ അമ്മയും മമ്മിയും കൂടെ വിളിച്ചു തന്നിട്ടുണ്ട്. മമ്മി നമ്മുടെ ഇത് നോക്കി, ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഭാഗം അല്ലാത്തുള്ള ഭാഗം വ്യത്യാസം നോക്കാനാ പറഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ടുള്ള പുതിയൊരു ഇത് തുടങ്ങി പറഞ്ഞില്ലേ? അത് വെച്ചിട്ട് തുടച്ചാണ്. ഇതല്ല നോർമലി ഉള്ളത്. വ്യത്യാസം മനസ്സിലാവില്ലേ? മമ്മി വ്യത്യാസം മനസ്സിലാവില്ലേ? നമ്മുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പം എന്താ പറയാ, ഇതുപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇതുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ നമ്പറിലോട്ടങ്ങ് സിറ്റുവേഷനൊക്കെ ഇനി എന്തു ചെയ്യും, മുന്നോട്ട് എങ്ങനെയൊക്കെ പോകും എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് എനിക്കറിയില്ല ലീവായിട്ട് വരുന്നതാണെന്ന് അറിയത്തില്ല. എന്നെ ഒരുപാട് പേരാണെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് നമ്പർ എല്ലാവർക്കും കാണാമല്ലോ. ഇത് ഞാനൊരു 2 എടുത്താലോ എന്ന് കരുതാണ്. എനിക്ക് കണ്ടപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ വ്ളോഗും ചലഞ്ചും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് ചിലവർ ചോദിക്കുന്നുണ്ട് കാശ് ഞാൻ ഈ പുള്ളിയെ വേണ്ടിയിട്ട് പോലും ഇല്ല, അത് വേറെ കാര്യങ്ങൾ. പക്ഷെ പുള്ളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെട്ടികുളങ്ങര അടുത്തായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അവൻ എന്താണ്, അവൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ആ ഒരു വഴി കൂടെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം. ഈ ഒരു വീഡിയോ സംസാരിച്ചെങ്കിൽ, ഇതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിലും നടന്ന ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാതെ പറഞ്ഞു പോയത്. ഓക്കെ,
എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഇത് കണ്ടപ്പോൾ ചെയ്യാൻ തോന്നി, കാരണം ഇതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി ഇതുപോലുള്ളതേ ചെയ്യത്തുള്ളൂ. ബൈ, ലവ് യു ഓൾ.